സീക്രട്ട് ഏജന്റ് അനന്തുവിന്റെ വീഡിയോ കണ്ടോ, ഫസ്മിനെ കൂടെ എല്ലാം പറഞ്ഞൊക്കെ. മോനെ ഫസ്മിനെ വന്ന് പറയട്ടെ. ഈ സീക്രട്ട് ഏജന്റ് ഞാൻ പറയുന്നില്ല, ഈ കണ്ട മറ്റേ വാണുണ്ടല്ലോ അനന്തു വാണം, ഇവനെല്ലാം പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇവനെല്ലാം പൈസക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാ. അത് മന്നെ വെച്ച് വീഡിയോ ഇട്ടാൽ ഓന് ഗുണമുണ്ടാകും, അതുകൊണ്ട് ഓൻ വീഡിയോ ഇടും. എടാ നീ ആരാണ് നിന്റെ വിചാരം? ഇവനെ വെച്ച് വീഡിയോ ഇട്ടാൽ ഗുണമുണ്ടാവും? നീ ആരാണ് നിന്റെ വിചാരം? എടാ കണ്ടവന്റെ ഉണ്ടാക്കിയ വ്യൂവർഷിപ്പ് അല്ലേ നിനക്കുള്ളത്? നിന്റെ പേര് അല്ലാതെ നീ എന്താ ഉണ്ടാക്കിയത്? എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? നീ എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്? ചാരിറ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടോ? ചാരിറ്റി ഒന്നും ആയിരിക്കത്തില്ല. കല്ലും പുല്ലും മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും നീ വീഡിയോ ഇടുന്നത്. എന്താണെങ്കിലും അതിന് വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത്. സാറേ എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. എടാ തൊപ്പിയുടെ മുന്നിൽ 4 പേര് അറിഞ്ഞില്ലടാ നിന്നെയൊക്കെ. അല്ലാതെ നിന്റെ കഴിവ് കൊണ്ട് വല്ലതും കയറി വന്നതാണോ നീ? നിനക്ക് എന്ത് കഴിവാണുള്ളത്? ലൈവിനകത്ത് വന്നിരുന്ന് പെണ്ണുങ്ങളെ അപരാധിക്കുക, കഴിവ് നമ്പർ 1. വഷളത്തരം പറയുക, തന്തയില്ലായ്മ കാണിക്കുക, തെറി വിളിക്കുക, റീച്ചിന് വേണ്ടിയിട്ട് ഷഡ്ഡി വരട്ട് ഡാൻസ് കളിക്കുക. ഇതിനേക്കാളും നല്ലത് മറ്റേ പാലത്തിന്റെ അടിയിൽ. അതാകുമ്പോൾ കസ്റ്റമർ നീ മാത്രമേ അറിയത്തുള്ളൂ. ഇതിപ്പോ നാട്ടുകാർ മൊത്തം അറിയുന്നത്. ഫസ്മിനെ വന്ന് പറയട്ടെ, അതല്ലേ അതിന്റെ ശരി. അല്ലാണ്ട് ഈ കണ്ട എല്ലാം പറയുന്നത് കേട്ടിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഏത് ആളാണെങ്കിലും പറയുന്നത് ഫസ്മിനെ പറഞ്ഞല്ലേ. അപ്പൊ ഫസ്മിനെ വന്ന് പറയട്ടെ. ഫസ്മിനെ പറയൂല, കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനി ഇത് അവർക്ക് കണ്ടന്റ് ആക്കാനും അവർക്ക് ഇതാക്കാനും വേണ്ടി പലരും പലതും പറയും. അതും വിശ്വസിച്ച് നിങ്ങൾ ഈ മണ്ടന്മാരിങ്ങനെ നടന്നോ? ഇനിയിപ്പൊ എന്താ പറയാനുള്ളത്? ഫസ്മിനെ വന്ന് പറയട്ടെ എന്നാണല്ലോ നീ പറയണത്. ഫസ്മിനെ പറയട്ടെ. ഫസ്മിനെ പറയത്തില്ല എന്നുള്ള നിന്റെ ധാരണ തെറ്റി. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉടമ്പടി എത്തിയോന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും എന്റെ അടുത്ത് ഫസ്മിനെ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം. എനിക്ക് തോന്നുന്നു പുള്ളി ബൈസെക്ഷൽ ആണ്. തൊപ്പി ഈ എന്റെ എക്സ് മറ്റേ ഹസ്ബൻഡ് ലല്ലുവിന്റെ വായിന്ന് ഒരു വട്ടം പറയുന്നില്ലേ ഷിബിലി അല്ല തൊപ്പി പറഞ്ഞിട്ടുണ്ടെന്ന്. അതുള്ള കാര്യോ? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പുള്ളിനെ ഷമീറിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. നിന്റെ മുന്നിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഫസിയെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാം. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഫസി പറയട്ടെ എന്നായിരുന്നല്ലോ. അപ്പൊ ഇവനും വിശ്വസിക്കുന്നത് ഫസി അങ്ങനെ പറയട്ടെ, ഫസി അങ്ങനെ പറയത്തില്ല എന്നുള്ളതാണ്. ഫസിയെ ഇവന് വിശ്വാസമാണ്. ഫസി അങ്ങനെ പറഞ്ഞു. ഇക്കാര്യത്തിൽ എന്റെ പരിപൂർണ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വരട്ടെ.